അങ്ങനെ അപ്പച്ചന് എൻ്റെ അമ്മ കറുത്താലും സുന്ദരിയാ, കറുത്ത സുന്ദരിയാ, നല്ല ഷേപ്പാ അമ്മ. അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കും, എൻ്റെ അപ്പച്ചൻ നല്ല നമ്പൂതിരി പോലെ വെളുത്തിട്ട്, ഇപ്പോഴാണ് എനിക്ക് ഇപ്പോൾ സൗന്ദര്യത്തിനെ പറ്റിയിട്ടൊക്കെ അറിയാം. അന്ന് എനിക്കും സൗന്ദര്യം എന്താണ് ഏതാണെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ എല്ലാവരും പറയും, അയ്യോ എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ഞാൻ തന്നെ മനസ്സിലായി ഞാൻ അത്ര വലിയ സുന്ദരിയാണോ എന്നത് ഞാൻ തന്നെ ആലോചിക്കും. നല്ല സുന്ദരി തന്നെയാ. എവിടെ ചെന്നാ, പള്ളിയിൽ ചെന്നാലും ശരി, എവിടെ ചെന്നാലും ശരി, പ്രായമൊന്നും അത് അറിയില്ല, സുന്ദരി തന്നെയാണ് ചേച്ചി, സുന്ദരി തന്നെയാന്ന് പറയും. ഞാൻ മനസ്സിൽ കയറി, ദൈവം ഞാൻ എന്ത് സുന്ദരിയാണ്, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഞാൻ സുന്ദരിയാണ് സുന്ദരിയാണെന്ന് പറയുന്നത്. അന്ന് ഇപ്പോഴൊക്കെയാണ് ഇത് മണിച്ചിത്രത്താഴ് കഴിഞ്ഞതിന് ശേഷം സുന്ദരിയാണ് എന്നുള്ളത് അറിയാൻ തുടങ്ങിയത്. അവിടെ മറ്റേ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ലത്തീഫ് ആയമ്പനാണ് പറഞ്ഞത്, നിങ്ങളെന്താ ഇങ്ങനെയായി പോയത്, നിങ്ങൾ ഭയങ്കര സുന്ദരിയാണല്ലോ, എന്നിട്ട് നിങ്ങളിത് ഒരു പടം മാത്രം ചെയ്തിട്ട് 1-2 പടം ചെയ്തിട്ട് പിന്നെ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ലത്തീഫാണ് ഞാൻ സുന്ദരിയാണെന്ന് ആദ്യം ഞാൻ കേൾക്കണത് തന്നെ ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഇത്ര വലിയ സുന്ദരിയാണോ, ഞാൻ ഇത്ര വലിയ സുന്ദരിയാണോ? അപ്പം അമ്മയുടെ നിറമില്ലെങ്കിലും സൗന്ദര്യം കിട്ടിയിട്ടുണ്ട്, ആ ഷേപ്പും ഇതൊക്കെ എനിക്ക് അതൊന്നും എനിക്ക് അറിയില്ല. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കണം എൻ്റെ അമ്മയെ പറ്റിയിട്ട്, മനസ്സിലായില്ലേ?